ആംബുലൻസ് ഏവർക്കും അറിയാവുന്നതും ഏവരും അറിഞ്ഞിട്ടുള്ളതുമാണ്. ഒരിക്കൽ പോലും ആംബുലൻസ് കയറ്റേണ്ടി വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? ആംബുലൻസ് എന്ന പേര് എന്തുകൊണ്ടാണ് ആംബുലൻസുകളിൽ മറിച്ചെഴുതിയിരിക്കുന്നത്? ഉത്തരം അറിയാമായിരിക്കാം. എങ്കിലും നാം ഇന്ന് പോകുന്നത് ആംബുലൻസിലേക്കാണ്. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏവർക്കും നമസ്കാരം. നല്ലൊരു ദിവസം ആകട്ടെ എന്നും. ആംബുലൻസ് എന്നത് എന്ത് വാഹനങ്ങളിൽ മറിച്ചെഴുതുന്നു. അതായത് മിറർ ഇമേജ് എന്നാണ് ആ മറിച്ചെഴുതുന്നതിന് പറയുന്നത്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് കാരണമെന്ന്? ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതിനൊരു കാരണമുണ്ട്. മുമ്പേ പോകുന്ന വാഹനങ്ങൾ പിന്നിൽ വരുന്ന വാഹനങ്ങളെ കാണാനായി റിയർ വ്യൂ മിറർ അല്ലേ നമുക്കുള്ളത്. അതിലൂടെ കാണുന്ന അക്ഷരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വായിക്കാനാകില്ല. അതുകൊണ്ടാണ് പിന്നിൽ വരുന്ന വാഹനം ഒരു ആംബുലൻസ് ആകുമ്പോൾ ശരിയായ രീതിയിൽ മുമ്പിൽ പോകുന്ന ഡ്രൈവർക്ക് റിയർ വ്യൂ മിററിലൂടെ ആ വാഹനത്തിൽ എഴുതിയത് വായിക്കാനും വഴി കൊടുത്ത് ആ ആംബുലൻസിനെ കടത്തിവിടാനും ആണ്. ഈ മിറർ ഇമേജിലൂടെയാണ് ലെറ്ററിങ്ങുകളും നടത്തുന്നത്. ഇപ്പോ ഈ കാലയളവിൽ ഒരു നിയമമില്ലേ, നമ്മൾ ആംബുലൻസിനെ എങ്ങനെയായാലും എത്ര ബ്ലോക്കിലായാലും കടത്തിവിടണം. കാരണം ഒരു ജീവന് വേണ്ടി പിടയുന്ന ശബ്ദമാണ് ആംബുലൻസിലൂടെ നാം കേൾക്കുന്നത്, അല്ലേ? പലതരം ശബ്ദങ്ങൾ, 4 തരം ശബ്ദങ്ങളുണ്ട്. അതിൽ ആ ശബ്ദം കേൾക്കുമ്പോഴോ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഇടിക്കും. നമ്മൾ മാറ്റിക്കൊടുക്കും. അതിന് വഴി കൊടുത്തില്ലെങ്കിൽ പിഴയാണ്, അല്ലേ? നമ്മൾ മുൻപിൽ പോകുമ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്യുന്നതിനല്ല പ്രശ്നം, അതിനെ ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ നാം വഴി കൊടുത്തില്ലെങ്കിൽ അത് നമ്മൾക്ക് പിഴയാണ്. ഈ കാലഘട്ടത്തിൽ ശബ്ദം കേട്ടാണ് നാം ആംബുലൻസിനെ തിരിച്ചറിയുന്നത്, കാറിലായാലും പുറത്തായാലും. കഴിഞ്ഞ ദിവസം എനിക്ക് പിള്ളേരെ കൊണ്ട് ബാംഗ്ലൂരിൽ പോകണം. ബാംഗ്ലൂരേക്ക് ബസ് കിട്ടണം. അപ്പോൾ ഭയങ്കര ബ്ലോക്കാണ് അരൂര് മുഴുവൻ. ഒട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. എങ്കിലും പല രീതിയിൽ ശ്രമിച്ചു നോക്കി, പറ്റിയില്ല. പിന്നെ ബ്ലോക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ സ്പീഡിലാണ് എടുത്തത്. എൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ചെറിയൊരു കാറ് പോകുന്നുണ്ട്. അത് ആംബുലൻസ് ആണ്. അത് മാരുതിയുടെ ഈക്കോ എന്ന് പറയുന്ന വണ്ടിയാണ്. ആ ഈക്കോയ്ക്ക് വരാവുന്നൊരു മാക്സിമം സ്പീഡ് ഉണ്ട്. ആ സ്പീഡിലല്ലേ പോകാൻ പറ്റൂ. അതിന് ടയറോ വീതി കുറഞ്ഞതാണ്. അപ്പൊ കൂടുതൽ വീതിയിൽ പോയാൽ എന്ത് സംഭവിക്കും? അത് മറിയാം, ഇടിച്ച് പോകാം. പിന്നെ അതിനത്ര പരമാവധി സ്പീഡുമില്ല. നമ്മൾ പലയിടങ്ങളിലും ആക്സിഡന്റിൽ പെടുന്ന ഒത്തിരി ആംബുലൻസുകൾ നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞിടയ്ക്ക് SL പുരത്തേക്ക് പോകുന്ന വഴിക്ക് ഞാൻ നോക്കുമ്പോൾ ഒരു ഓംനി ആംബുലൻസ് ആണ്. ഓംനി ഇന്ന് ആരാണ് എടുക്കുന്നത്? ആ ഉൽപാദകർ പോലും നിർത്തിവെച്ചിരിക്കുന്ന ഒരു വാഹനമാണ്. അത്രയും തള്ളപ്പെടുന്ന വാഹനങ്ങളാണോ നമ്മൾക്ക് ആംബുലൻസ് ആയിട്ട് വേണ്ടത്? ഞാൻ എപ്പോഴും ആ ആംബുലൻസ് എനിക്ക് ഓവർടേക്കേണ്ടി വന്നു. കാരണം മറ്റൊന്നുമല്ല, ആ വണ്ടി പോകുന്നത് അതിന്റെ പരമാവധി സ്പീഡിലാണ്. പക്ഷേ അതിലും കൂടുതൽ സ്പീഡിൽ പോയാലേ എനിക്ക് ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റൂ. അതുകൊണ്ട് അതിനെ ഓവർടേക്ക് ചെയ്ത് പോയി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഡെസ്റ്റിനേഷനിലെത്തി. ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ എടുക്കുന്നൊരു വണ്ടി, വീതിയുള്ള ടയർ, വളരെയധികം ക്വാളിറ്റീസ്, അതുപോലെ തന്നെ വലിപ്പം. ഒരാളാ വാഹനത്തിൽ നിന്നാല് തലമുട്ടരുത്. ഒരാൾ അതിൽ കിടന്നാല് കയ്യും കാലും നീട്ടി വയ്ക്കാൻ പറ്റണം. ഒരു 6 അടിയുള്ള ഒരു മനുഷ്യനെ ആംബുലൻസ് അതിൽ കയറ്റാൻ പറ്റുമോ? പറ്റില്ല. ഒരു
അഞ്ചടിയുള്ള ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ആ കാറില് അല്ലെങ്കിൽ ആംബുലൻസ് നിന്നുകൊണ്ട് CPR നൽകാനാകുമോ? ഇല്ല. അവർക്കൊരു ശ്വാസം കൊടുക്കൽ മാത്രമല്ല, ഒന്ന് തടവാൻ, അവർക്ക് വേണ്ടത് ഛർദ്ദിച്ചാൽ അവരെ എഴുന്നേപ്പിച്ച് ചടിച്ചു നിർത്തിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ അതൊന്നും പറ്റാത്ത വാഹനങ്ങളാണ് നമ്മൾക്കിപ്പോൾ ആംബുലൻസായി രജിസ്റ്റർ ചെയ്യുന്നത്. ആരാണ് ഇതൊക്കെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നത്? എന്ത് മാനദണ്ഡങ്ങളാണ് ഈ രജിസ്ട്രേഷൻ വരുന്നത്? എന്തൊക്കെ തരത്തിലുള്ള ആംബുലൻസ് വേണം? ഏതൊക്കെ തരത്തിലുള്ള വാഹനങ്ങളാവണം? ഏതൊക്കെ തരത്തിലുള്ള സൗകര്യങ്ങളാണ് ആംബുലൻസ് വേണ്ടത്? ഇതെല്ലാം നാം അറിയണം. 15ഉം 20ഉം വർഷമുള്ള വാഹനങ്ങൾക്ക് പോലും ഇവിടെ പെർമിഷൻ കൊടുക്കുകയാണ്, അല്ലേ? അവരെ ടെസ്റ്റഡ് ഓക്കെ ആവുകയാണ്. ഇതാണോ ഒരു മനുഷ്യജീവനെ കൈപ്പിടിയിൽ ഒതുക്കുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ആംബുലൻസിന് വേണ്ട കൂടുതലുകൾ, കുറവുകളല്ലേ ഇപ്പോഴുള്ള ആംബുലൻസിനുള്ളത്? ഇന്ത്യയിൽ ആംബുലൻസുകളുടെ രജിസ്ട്രേഷനും നിർമ്മാണവും പ്രധാനമായും AIS 125 ക്രമം അനുസരിച്ചാണ്. എന്താണ് AIS 125? ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് 125 അനുസരിച്ചാകണമെന്നാണ്. ഈ മാനദണ്ഡ പ്രകാരമാണ് ആംബുലൻസുകൾ വിവിധ തരങ്ങളായി തിരിച്ചിട്ടുള്ളത്. 5 തരങ്ങളാണ്. ഒന്ന്, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. അത് ടൈപ്പ് A എന്ന് പറയും. അതായത് അടിയന്തര ചികിത്സ ആവശ്യമില്ലാത്ത രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ്. അതായത് വീൽ ചെയർ വേണം, സ്ട്രെച്ചർ വേണം, അടിസ്ഥാന ബേസിക്കായ പ്രഥമ ശുശ്രൂഷ സൗകര്യങ്ങൾ വേണം. 2, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, ദാറ്റ് ഈസ് BLS. അതിനെ ടൈപ്പ് B എന്ന് പറയും. പ്രാഥമിക അടിയന്തര ചികിത്സ നൽകാനാണ്. ഓക്സിജൻ സക്ഷൻ യൂണിറ്റ്, AED, അതായത് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ എന്നിവ അടിസ്ഥാന എമർജൻസി ഉപകരണങ്ങൾ വേണം. നെക്സ്റ്റ് EMT, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ആ കൂട്ടത്തിൽ ഉണ്ടാവണം. ഇനി മൂന്നാമത്തത് ടൈപ്പ് C, അതായത് ALS ആംബുലൻസ്, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ICU നിലവാരത്തിലുള്ള ചികിത്സ നൽകാനുള്ള സൗകര്യം ഉണ്ടാവണം. വെന്റിലേറ്റർ ഉണ്ടാവണം, കാർഡിയാക് മോണിറ്റർ ഉണ്ടാവണം, ഡിഫിബ്രിലേറ്റർ വേണം, ഇൻഫ്യൂഷൻ പമ്പുകൾ വേണം. ഇതെല്ലാം അതിനാവശ്യമാണ്. ഡോക്ടറോ പാരാമെഡിക്കലോ കൂടെ ഉണ്ടാകണം. ഇനിയുള്ളത് 4ാമത്തെ ആംബുലൻസ് ആണ്. അതായത് നിയോനാറ്റൽ ഓർ പീഡിയാട്രിക് ആംബുലൻസ് എന്ന് പറയും. നമ്മളിപ്പോൾ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല ഒന്നും. നവജാത ശിശുക്കൾക്കും കുട്ടികൾക്കും വേണ്ടിയാണ്. ട്രാൻസ്പോർട്ട് ഇൻക്യുബേറ്റർ വേണം, ശിശുക്കൾക്കായുള്ള വെന്റിലേറ്റർ തുടങ്ങിയവ ഇതിന്റെ പ്രത്യേകതയാണ്. 5ാമത്തത് മോർച്ചറി അല്ലെങ്കിൽ കേസ് വെഹിക്കിൾ എന്ന് പറയും. മൃതദേഹം കൊണ്ടുപോകാനാണ്. ഇത് മെഡിക്കൽ ആംബുലൻസ് അല്ലെങ്കിലും പ്രത്യേക രജിസ്ട്രേഷൻ വിഭാഗത്തിൽ ഉള്ള വാഹനങ്ങളാണ്. ചിലയിടങ്ങളിലെങ്കിലും അതുണ്ട്. നമ്മളെ സെമിട്രികളിൽ നിന്ന് മൃതദേഹം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള ആംബുലൻസുകളാണ്. മനസ്സിലാക്കുക, ആംബുലൻസുകൾ ചീറിപ്പായുമ്പോൾ അതിന്റെ വിഭാഗം ഒരു വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒരു ചെറിയ വാൻ ആംബുലൻസ് ആണെങ്കിൽ ഫോഴ്സ് ട്രാവലർ ആകാം, ടാറ്റ വിങ്കർ ആകാം, മാരുതി എക്കോ എന്നിവയൊക്കെ ആകാം. മീഡിയം വാൻ ആംബുലൻസ് ആകുമ്പോൾ അല്പം കൂടി വലുതാവണം. ലാർജ് ICU ആംബുലൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ബസ് ആംബുലൻസ് ആവണം. പിന്നെ ബൈക്ക് ആംബുലൻസ് ചില സംസ്ഥാനങ്ങളിൽ, ചില തിരക്കുള്ള സ്ഥലങ്ങളിൽ ബൈക്കുകൾ ആംബുലൻസിലായി ചെയ്യുന്നുണ്ട്. ബോട്ട് ആംബുലൻസ്, ഈ അരൂക്കുറ്റി ഭാഗത്തും നേരത്തെ ബോട്ട് ആംബുലൻസിന്, പോലീസിന് ഇപ്പോഴും ബോട്ട് ആംബുലൻസ് ഉണ്ട്. പിന്നെ എയർ ആംബുലൻസ്. നമ്മൾക്ക് ഇന്ത്യയിലും കേരളത്തിലും ഇപ്പോൾ ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ് എയർ ആംബുലൻസ്. നമ്മുടെ കഴിഞ്ഞ മന്ത്രിസഭ ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് എയർ ആംബുലൻസ് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അത് ഈ നഗരങ്ങളിൽ സിറ്റി ചെല്ലാൻ വേണ്ടിയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പോ പല മെയിൻ ഹോസ്പിറ്റലുകൾക്കും അവിടെ ഹെലിപ്പാഡ് ഉണ്ട്. ആ ഹെലിപ്പാഡാണ് ഈ ആംബുലൻസ് വണ്ടിയേക്കാൾ അനിവാര്യം.
ഒരു തിരക്കുമില്ല, ഒരു ബ്ലോക്കും ഇല്ലാതെ ജീവനെ അവിടെ എത്തിക്കാനാകും. ഈ വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ വാഹനങ്ങളെല്ലാം AIS 125 മാനദണ്ഡം അനുസരിച്ചായിരിക്കണം. RC ബുക്കിൽ ആംബുലൻസ് എന്ന വിഭാഗമായി രജിസ്റ്റർ ചെയ്യണം. സംസ്ഥാന ഗതാഗത വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും നിബന്ധനകൾ പാലിച്ചിരിക്കണം. ആവശ്യമായ ലൈറ്റ് വേണം, സൈറൺ വേണം, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ അതിന്റെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ച് വേണം. AS 125 എന്നതറിയാലോ, ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് 125. ഇന്ത്യൻ റോഡിൽ ഓടുന്ന ആംബുലൻസുകളുടെ രൂപകൽപ്പന, അതായത് ഡിസൈൻ, കൺസ്ട്രക്ഷൻ, നിർമ്മാണം, എക്യുപ്മെന്റ്, അത് ഉപകരണം, സേഫ്റ്റി, സുരക്ഷ എന്നിവയ്ക്ക് വേണ്ട ദേശീയ നിലവാരമാണ് ഈ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്നത്. ഇത് തയ്യാറാക്കുന്ന ആരാണ്? AISC എന്ന് പറയുന്ന ഒരു ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റിയാണ്. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ്, അതായത് CMVR പ്രകാരം ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ടതായിരിക്കണം. ഇത് AS 125ന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്തുടനീളം ആംബുലൻസുകൾക്ക് ഏകീകൃത നിലവാരം വേണം. രോഗിക്ക് യാത്രയ്ക്കിടെ സുരക്ഷിതവും ഫലപ്രദമായ ചികിത്സ കിട്ടണം. ആംബുലൻസുകളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട മെഡിക്കൽ ഉപകരണങ്ങൾ വേണം. BLS, ALS, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് തുടങ്ങിയ വിവിധ ആംബുലൻസ് വിഭാഗത്തിന് പ്രത്യേകമായ മാനദണ്ഡങ്ങളുണ്ട്. അതിലൊന്നാണ് അകത്തെ ഉയരം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു രോഗിയെ പരിചരിക്കണമെങ്കിൽ, അവർക്ക് ഗ്ലൂക്കോസ് കൊടുക്കണമെങ്കിൽ കിടന്നല്ല കൊടുക്കേണ്ടത്, കുത്തിയിരുന്നല്ല കൊടുക്കേണ്ടത്, നിന്ന് കൊടുക്കണം. അതുപോലെ ഒരു രോഗിക്ക് ഇളം കൂടുതലാണെങ്കിൽ സ്ട്രെച്ചർ ഘടിപ്പിക്കുന്ന രീതി അതും സുഗമമായിരിക്കണം. ഓക്സിജൻ സിലിണ്ടറിന്റെ സ്ഥാനം തോന്നുന്നിടത്ത് ഡ്രൈവറുടെ സീറ്റിനടിയിലല്ല ഓക്സിജൻ സിലിണ്ടറിന്റെ സ്ഥാനം. വൈദ്യുതി സംവിധാനം ഉണ്ടാവണം അതില്. അതുപോലെ ലൈറ്റിംഗ്, പ്രകാശം ഉണ്ടാവണം ആവശ്യത്തിന്. പിന്നെ എയർ കണ്ടീഷൻ ഉണ്ടാവണം. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഓംനിക്ക് ഉള്ള ഏറ്റവും വലിയ പരാജയം എന്താണെന്നറിയാമോ? ഓംനിക്ക് AC ഇല്ല. AC അതിൽ ആഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് അത് സാധാരണക്കാരന്റെ വാഹനമാണെങ്കിലും നിർത്തലാക്കിയത്. മറ്റു ചില കാരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഇതിലത് കാര്യമാണ്. അപ്പോ എങ്ങനെയാണ് അതിൽ AC പിടിപ്പിച്ചത്? ചിലപ്പോൾ പിടിപ്പിച്ചിട്ടുണ്ടാവും. അണുനശീകരണമായ സൗകര്യങ്ങൾ അവയ്ക്കുണ്ടാകേണ്ട നിർദ്ദേശങ്ങളിൽ പെടുന്നതാണ്. AS 125 പ്രകാരം ഓരോ ആംബുലൻസ് നിർബന്ധമായി പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സ്ട്രെച്ചർ സുരക്ഷിതമായി ലോക്ക് ചെയ്യാനുള്ള സംവിധാനം, ഓക്സിജൻ വിതരണ സംവിധാനം, മെഡിക്കൽ ഉപകരണങ്ങൾ ഉറപ്പിച്ച് വയ്ക്കേണ്ട സംവിധാനം, മതിയായ LED ലൈറ്റിംഗ്, 12 വോൾട്ട് 230 വൈദ്യുതി സംവിധാനം, രോഗിക്കും മെഡിക്കൽ സ്റ്റാഫിനും മതിയായ ഇടം, കുത്തിയിരിപ്പല്ല, അഗ്നിശമന ഉപകരണം. ചില ആംബുലൻസ് ഒക്കെ കത്തുപിടിക്കുന്ന നമ്മൾ കേൾക്കാറുണ്ടല്ലേ, അവിടെ ഇല്ലാതെ പോയതായിരിക്കും ഫയർ എക്സ്റ്റിങ്ക്വിഷർ. ബയോമെഡിക്കൽ മാലിന്യങ്ങൾ സൂക്ഷിക്കാനുള്ള സംവിധാനം, അതായത് ഒരു രോഗി ഛർദ്ദിക്കുകയാണ്, അയാളുടെ ആ വേസ്റ്റുകളൊക്കെ തുടച്ച് എവിടെ ഇടും? അയാളുടെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകുകയാണ്, ആ വേസ്റ്റുകൾ എവിടെ ഇട്ട് കൊണ്ടുപോയിടും? അതൊക്കെ ഇടാനുള്ള മെഡിക്കൽ മാലിന്യങ്ങൾ സൂക്ഷിക്കുന്ന സംവിധാനം വേണം. AS 125ന്റെ ഏറ്റവും പുതിയ പതിപ്പ് എന്ന് പറയുന്ന റിവിഷൻ 2 2021 പ്രസിദ്ധീകരിച്ചത്. അതിൽ COVID-19 അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അണുബാധ നിയന്ത്രണം കൺഫേം ഉറപ്പായിരിക്കണം. വെന്റിലേഷൻ തുടങ്ങിയ കാര്യങ്ങളിലും കൂടുതൽ നിർദ്ദേശങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ ഇന്ത്യയിൽ ഒരു വാഹനം ആംബുലൻസായി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ സാധാരണയായി അത് AIS 125 മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണം. രോഗിയുടെ സുരക്ഷയ്ക്കും സേവനത്തിന്റെ നിലവാരവും ഉറപ്പാക്കുന്നതിനാണ്. ഞാൻ വന്നത് മറ്റൊന്നുമല്ല, ഞാൻ ഓവർടേക്ക് ചെയ്ത് പോകേണ്ട ആ വാഹനം, പതുക്കെ വന്ന ആ വാഹനത്തിന് ഇതൊന്നും എനിക്ക് കാണാനായില്ല. അതുകൊണ്ടാണ് നമ്മൾ രോഗിയുടെ കാര്യത്തിൽ ഇത്രയും താല്പര്യമെടുക്കുന്നതെങ്കിൽ, റോഡിൽ നാം ബ്ലോക്കുകൾ ഒഴിവാക്കി കൊടുക്കുന്നെങ്കിൽ, നാം ഓവർടേക്ക് ചെയ്യാതെ അവർ വിടുന്നെങ്കിൽ നാം ചിന്തിക്കണം, അത് ഒരു നല്ലൊരു വാഹനമായിരിക്കണമെന്ന്. രോഗിയെ കാത്തുരക്ഷിക്കുന്ന
മാലാഖയാവണം ഒരു ആംബുലൻസ് ഡ്രൈവറും. ഞാനന്ന് ഓവർടേക്ക് ചെയ്ത വാഹനം ഒരു രോഗിയെ കൊണ്ട് പോകുന്നതായിരുന്നില്ല കേട്ടോ, അത് കാലിയായിരുന്നു. അതുകൊണ്ടാണ് ഞാനതിനെ ഓവർടേക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ ആവശ്യം കൂടി നോക്കിയാണ് അത് ഓവർടേക്ക് ചെയ്യുന്നത്. ഇനി ആംബുലൻസിന്റെ ചരിത്രത്തിലേക്ക് വരാം. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയിൽ ആംബുലൻസിലേക്ക് ഞാൻ വരികയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.